പ്രണയത്തെ ഒരു ടൂളായിട്ട്, ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മതമാറ്റം നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രണയം ഒരു ചതിയാക്കി മാറ്റുന്ന, പ്രണയത്തെ ഒരു ടൂളായിട്ട് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട്, പിന്നെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടുപോകുന്നു പലരും എന്നുള്ളതാണ്. വിവാഹം കഴിച്ച് മതം മാറുന്ന സാധനത്തിന് അനുമതി കൊടുക്കാതാവും. പക്ഷേ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ പേടി ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവുന്നതിന്റെ കാരണം ഇത്തരം കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നതുകൊണ്ടാണ്. കേരള സ്റ്റോറിക്കകത്തെ കണ്ടന്റ് സത്യമാണ്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ ഒരുപാട് തവണ ഈ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത എന്താ വെച്ചാൽ, മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയാണ് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് ഞാൻ വായിച്ചു. നല്ല മനോഹരമായ കൈയക്ഷരത്തിലാണ് ഈ കുട്ടിയുടെ, സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ്. അതിനകത്തെന്ന് വെച്ചാൽ 23 വയസ്സുള്ള കൊച്ച് ആത്മഹത്യ ചെയ്യുമ്പം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഫാക്റ്റാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കേരള സ്റ്റോറി സിനിമയ്ക്കകത്ത്, സിനിമയാകുമ്പോൾ കുറച്ച് മസാല ചേർക്കും എന്നുള്ളത് ശരിയാണ്. അതിനകത്ത് 32,000 പേരെ മതം മാറ്റി എന്നൊക്കെ പറയുന്ന അതൊരു ബോഗസ് റിപ്പോർട്ടാണെങ്കിൽ തന്നെയും കേരളത്തിൽ അത്തരം ലവ് ജിഹാദ് എന്ന് പറയുന്നത്, അതായത് പ്രണയത്തെ ഒരു ടൂളായിട്ട്, ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മതം മാറ്റം നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാധവിക്കുട്ടിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. റിയാല് കണക്കിനാണ് പണം മറിഞ്ഞത് സൗദിയിൽ നിന്ന്. ആളിപ്പോഴും ലോക്സഭയിൽ ഇരിക്കുക ഇപ്പോഴും. അപ്പോൾ അവർ വ്യക്തിപരമായി ചിലരുടെ അടുത്ത്, ഇന്ദുമേനോൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ റേപ്പ്. അങ്ങനെയാണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, പിന്നെ ഒരു പ്രായമുള്ള സ്ത്രീയല്ലേ, റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മതമാറ്റത്തിലേക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നത്. കാരണം ഈ പറയുന്ന ആൾ, അയാൾ പഠിപ്പിച്ച വിദ്യാർത്ഥിനിയെ, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിയെ ഇതേപോലെ ട്രാപ്പിലാക്കി കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറെ ഭാര്യ ഉണ്ടാകുമ്പോൾ തന്നെ. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ട്. ഈ പണ്ട് ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ ലവ് ജിഹാദുണ്ട്. അത് സത്യത്തിലുള്ളത്. എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കൊച്ച്, ഒരു ഈഴവ ഫാമിലിപ്പെട്ടൊരു പെൺകുട്ടി. ആ പെൺകുട്ടി കൂടെ പഠിക്കുന്നവനായിട്ട് പ്രണയത്തിലാവുന്നു. ഈ പ്രണയിക്കുന്ന സമയത്ത് പ്രണയമാണ് ഏറ്റവും വലുതെന്ന് ഇവർ പറയും. പ്രണയമാണ്, പിന്നെ നമുക്ക് ജാതി മതവും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവർ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ വിട്ടുപിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാനസികമായിട്ട് അവരെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സെക്സിലേക്കൊക്കെ പോകും. അതൊക്കെ നാച്ചുറലാണ്. മാനസികമായിട്ട് വല്ലാത്ത വിട്ടുപിരിയാൻ പറ്റാത്തൊരു ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു കഴിയുമ്പോൾ പിന്നെ ഡിമാൻഡ് വെക്കുകയാണ്, എന്നെ കെട്ടണം തുടങ്ങി മതം മാറണം. എന്നാൽ പിന്നെ ആദ്യം പറഞ്ഞാൽ പോരെ, നീ മതം മാറണമെങ്കിലും കിട്ടുള്ളൂ. പ്രേമിക്കുന്ന സമയത്ത് ആദ്യമേ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ തന്നെ പറയണം, നീ മതം മാറുകയാണെങ്കിലേ കിട്ടുകയുള്ളൂ. നമുക്ക് മതവും ജാതിയൊന്നും പ്രശ്നമല്ലാതെ കല്യാണം കഴിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രം, റെഡി ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവനവൻ്റെ മതത്തിൽ പെട്ടവരെങ്കിൽ പ്രേമിക്കണം. മതമാണ് ഇത്രയും വലിയ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ, മതം രോമത്തിൻ്റെ കഥ എന്ന് ബഷീർ പറഞ്ഞ പലപ്പോഴും പറയാറുണ്ട്. അതായത് അതിൻ്റെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ രോമത്തിന് തമിഴ്നാട്ടിൽ പറയുന്ന അതേ സാധനം തന്നെയാണ്. മതം വയ്യാണെന്നുള്ളത് തന്നെയാണ് പറയുന്നത് ബഷീർ. കുറച്ച് സാഹിത്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി തെറി പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ പിന്നെ അനുഭവത്തിലുള്ള ഈ പെൺകുട്ടി എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഒരു ചേട്ടത്തി അനിയത്തിയാണ്. അതിൽ മൂത്ത കൊച്ചാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഈ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരാൾ പാട്ടോട് ഒരാൾ ഡാൻസ് കളിക്കും. എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേരും കൂടെ അങ്ങ് റെഡിയാക്കും. എന്നിട്ട് ഒരാൾ, ഇപ്പോൾ ആ കുട്ടി 18 വയസ്സായപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയി മതം മാറണമെന്നാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ചാക്ക് മൂടി നടക്കുക. സങ്കടമുണ്ട്. അപ്പോൾ വീട്ടുകാരെ ഇടയ്ക്ക് അവളെ കാണാനൊക്കെ പോകുന്നുണ്ട്. മതം മാറുകയല്ലാതെ അവൻ പിന്നെ കിട്ടത്തില്ല. പക്ഷെ ഇന്നത് എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവരൊരു മുസ്ലിം ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. പക്ഷേ അവരിപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഒത്തിരി പേരുണ്ടെന്നേ. ഇപ്പം ഞാൻ പറയട്ടെ, MP രാജേഷും നിനിതയും, നമ്മുടെ മന്ത്രി MP രാജേഷും നിനിത റഷീദ് കണിച്ചേരി മാസ്റ്റർ മോളാണ്. മാതൃകാപരമായിട്ടൊരു കല്യാണം കഴിച്ചു. അവർ മതവും ജാതിയും ഒന്നും നോക്കാതെ അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. PT തോമസും ഉമാ തോമസും സവർണ വിഭാഗത്തിൽപ്പെട്ടായിരുന്നു അല്ലേ ഉമ്മച്ചേച്ചിയും PTയും കൂടെ കല്യാണം കഴിച്ചു. രണ്ടുപേരും മതമൊന്നും മാറിയില്ല. വയലാർ രവിയും മേഴ്സി രവിയും കല്യാണം കഴിച്ചതിന് അവസാന കാലഘട്ടത്തിലൊക്കെ മേഴ്സി രവിയും അമ്പലത്തിലെ കണ്ടൊക്കെ പോയത്. അങ്ങനെ അത് പിന്നെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. റഹീം, നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും, നമ്മളെ പിന്നെ രാജ്യസഭാ മെമ്പർ CPM-ന്റെ, DYF-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമൃതയും കല്യാണം കഴിച്ചു, മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് BP സാനു കല്യാണം കഴിച്ചിരിക്കുന്നത് ഗായത്രി അങ്ങനെ എന്തോ ആണ്, പിന്നെ കല്യാണം കഴിച്ചു മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ പേര്, എൻ്റെ സൗഹൃദങ്ങളിൽ പെട്ടവർ ഒരുപാട് പേര് അങ്ങനെ മതേതരമായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി ഞങ്ങൾ പിന്നെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവൾ പള്ളിയിൽ പോവുമ്പോൾ അവൾ പള്ളി മുടക്കാത്ത, എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കാത്ത ആളാണ്. അവൾ പ്രണയിച്ച വിവാഹം കഴിച്ചത് അളിയൻ പിന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് രണ്ടുപേരും രജിസ്റ്റർ ഓഫീസ് കല്യാണം കഴിച്ചും പിന്നെ മതരഹിതമായിട്ടാണ് വിവാഹം കഴിച്ചത്. പിന്നെ എൻ്റെ മുൻഭാര്യ അതേപോലെ തന്നെ അവൻ്റെ പെങ്ങളും ഒക്കെയാണ് സാക്ഷികളായിട്ട് ഒപ്പിട്ടത്. അപ്പോൾ ആ രീതിയിൽ കല്യാണം കഴിച്ചു. റിസപ്ഷൻ പോലും നടത്തിയില്ല. അവർ അതുപോലൊന്നും വേണ്ട, ലളിതമായിട്ട് മതി എന്നുള്ളതായിരുന്നു തീരുമാനം. അത് മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. മതേതരമായിട്ട് ജീവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മതത്തിലും ക്രൈസ്തവ മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും പിന്നെ ഇസ്ലാം മതവിശ്വാസികളും ഒക്കെ ഉണ്ട്. അതാണ് മാതൃകയാവേണ്ടത്. അതാണ് അവിടെ ഈ മതം മാറണം എന്ന ഡിമാൻഡ് അല്ലെങ്കിൽ ആദ്യമേ വെക്കണം.
ഇത് ഞാൻ പറഞ്ഞല്ലോ, വൈകാരികമായി ഒരു അടിമയാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് ഈ ഓഫർ വെക്കുമ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ വേണ്ട, നമ്മളെ കാസയുടെ സ്ഥാപകൻ കെവിൻ പീറ്ററിൻ്റെ സംഭവിച്ചത് എങ്ങനെയാണ്? കെവിൻ പീറ്ററിൻ്റെ മോളെ 18 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പ്രണയിച്ച് അങ്ങനെ ഇതിലാക്കി. പിന്നെ ഇത് സ്റ്റേഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കെവിൻ മിസ്സിംഗ് എന്ന് കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ കെവിൻ പോകുന്ന കാറിന് കുറുകെ അന്ന് SDPക്കാരുടെ അഭ്യാസം നടക്കുന്ന സമയം, അവന്മാർ വേണമെങ്കിൽ കൈവെട്ടുകയും തലവെട്ടുകയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടായിസം ഇവൻ്റെ കാറിന് കുറുകെ വണ്ടിയിട്ട് വിലം കിട്ടിയതാക്കുക, ഇവനെ ആക്ഷേപിക്കുക. ആ കൊച്ചതൊന്നും അറിയുന്നില്ല അപ്പനെ എങ്ങനെ ചെയ്യുന്നതൊന്നും. ഹരാസ് ചെയ്തു. അതിൽ നിന്നാണ് കാസ പിറവെടുക്കുന്നത്. അതിൻ്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വരുമ്പോൾ സിബി അവനോട് നെഞ്ച് തൊട്ട് കഴിഞ്ഞാൽ വാശി കൂടും നമുക്ക്. അങ്ങനെയാണ് ഈ കാസ കൂടുതലാണ്. കെവിൻ കടന്നു വന്ന വഴികളിലെ യാത്രകളെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് കെവിൻ കുറച്ച് വല്ലാതെ അഗ്രസീവായിട്ട് പല കാര്യങ്ങളിൽ പറയുമ്പോൾ പോലും ഞാൻ കെവിനോട് ഒരു എന്താ പറയുന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ തോന്നുന്നു രാജം, എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയം എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പ്രണയത്തെ ഒരു കച്ചവടമായി കാണുന്ന, അല്ലെങ്കിൽ അത് മതഭ്രാന്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും സമൂഹം ചർച്ച ചെയ്യുകയും അത് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രണയത്തെ ഇല്ലായ്മ ചെയ്യാനല്ല പറഞ്ഞത്, കാരണം ഇങ്ങനെ വർഗീയതയെ നമ്മുടെ ഈ ഒരു പ്രണയത്തിൽ നിന്നും മാറ്റേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ബോധവൽക്കരണം തന്നെ പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പല ആളുകളും പ്രണയിക്കാറുണ്ട്. ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യാനിയെ പ്രണയിക്കാറുണ്ട്, ക്രിസ്ത്യാനി ഹിന്ദുവിനെ പ്രണയിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ മുസ്ലിമിനും മറ്റേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒക്കെ പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രണയം ഒരു ചതിയാക്കി മാറ്റുന്ന, പ്രണയത്തെ ടൂളായിട്ട് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട്, പിന്നെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടുപോകുന്നു പലരും എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ഫണ്ടുകൾ പറയുന്നുണ്ട്. ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുണ്യം, അങ്ങനെയുണ്ട്. സുന്നത്താ, പിന്നെ സ്വർഗത്തിലോട്ടുള്ള വഴി ഒന്നും കൂടെ എളുപ്പമോ, അങ്ങനെ ഉണ്ട്. ഒരാളെ മതം മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പൈസയും കിട്ടും. അങ്ങനെയാണ് ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ. മഞ്ചേരിയിൽ അതിന് വേണ്ടിയിട്ട് കേന്ദ്രം ഉണ്ടെന്നേ, മതം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കേന്ദ്രമുണ്ട്. അതിന് മുമ്പിൽ കുറേ സമരങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. പിന്നെ സുഡാപ്പി ടീമിൻ്റെയൊക്കെ പിന്നെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായിരുന്നു. പലരെയും അങ്ങനെ കൊണ്ടുപോയിട്ട് മതം പിന്നെ മാറ്റിയിട്ടുണ്ട്. ആദ്യം പോലും കൊണ്ടുപോയിട്ട് മതം മാറ്റി കൊടുത്താൽ കല്യാണം കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് അവനുമായിട്ട് ഡിവോഴ്സായി, വേറെ ആയി. അപ്പോൾ ആ സമയത്ത് ഇവർ പിന്നെ ആ കേസിനകത്ത് വരെ 10-70 ലക്ഷം രൂപയാണ് ഇവർ സുഡാപ്പികൾ പിരിച്ചിട്ടാണ് കേസ് നടത്തിയത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അപ്പൻ അശോകൻ്റെയൊക്കെ കരച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അമ്മയുടെ അച്ഛൻ്റെ കരച്ചിൽ. ഇങ്ങനെ എത്ര കേസുകൾ. വേറൊരു പെൺകുട്ടി തിരുവനന്തപുരത്തുള്ളത് കൊണ്ടുപോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ കിടക്കുക, പിന്നെ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു. ഈ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, ഈ സിറിയയിൽ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ ഈ മരണപ്പെട്ടതിൽ പലരും ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടുള്ള പ്രശ്നം സിൻസിയറായിട്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട തന്നെ ആളുകൾ അവർ സിൻസിയറായിട്ട് അവർക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി പറയാൻ പോയാൽ പോലും ആളുകൾ ഇവരെ വേറെ രീതിയിൽ ഒരു പിന്നെ അപരബോധത്തോടു കൂടി കാണും, അവരെ മാറ്റി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ മുസ്ലിം പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഇതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ആളുകളോട് പറഞ്ഞു. കാരണം ഇത് ഇവിടെ നിന്നും കുട്ടികളെ, അത് ഇപ്പോൾ ആരുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ടതായാലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടതായാലും മുസ്ലിം മതത്തിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാലും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതൊരു ക്രിമിനൽ ഒഫൻസ് കൂടിയാണത്. അപ്പോൾ ഇതിനകത്തൊക്കെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ തന്നെ ആവശ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇത് ഈ രീതിയിലേക്ക് വിവാഹം കഴിച്ച് മതം മാറുന്ന സാധനത്തിന് അനുമതി കൊടുക്കാതാവണം. വിശ്വാസം ഫോളോ ചെയ്തോട്ടെ, ഔദ്യോഗികമായിട്ടുള്ള രേഖയ്ക്കകത്ത് പോലും അത് മാറ്റാൻ സമ്മതിക്കരുത്. ഇതിനകത്ത് മതം ഒരാളുടെ സ്വാതന്ത്ര്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇത് ഇങ്ങനത്തെ വൃത്തികേടുകൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ലൈംഗികാവയവത്തെ മതം മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തിക്കഴിഞ്ഞു പോയി. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പെൺകുട്ടി ഇവനെ അനാശാസ്യത്തിന് പിടിച്ചു. ഈ പെൺകുട്ടി ആദ്യം മതം മാറാൻ തയ്യാറായിരുന്നതാ. ഇവൻ ഒരുമിച്ച് പ്രണയിച്ച് അങ്ങനെ കല്യാണം കഴിച്ചു. കുട്ടിയുടെ അപ്പൻ 6 മാസം മുമ്പാണ് മരിച്ചേക്കുന്നത്. ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു, ചേട്ടനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്ന കുട്ടി. ആ കുട്ടി എത്രയോ വലിയ മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു വരുന്നുണ്ടാവും. ആദ്യം ഒരു മതം മാറാൻ തയ്യാറായതാണ്. വീട്ടുകാരും അതിന് മൗനാനുവാദം നൽകി. ആ സമയത്ത് ഇവനെ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചു. അപ്പം ഇവൾ മതം മാറത്തില്ല എന്നുള്ളത് തീരുമാനിച്ചു. ഇനി മതം മാറുന്ന പ്രശ്നമില്ല, രജിസ്റ്റർ ചെയ്താൽ മതി. വിവാഹത്തിന് ശേഷം ഇവൻ അനാശാസ്യത്തിന് പിടിച്ചോ? വിവാഹം നടന്നിട്ടില്ലല്ലോ. ഇവനെ അനാശാസ്യത്തിന് പിടിച്ചെന്ന് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാകുമ്പോൾ തന്നെ ഇവനെ അനാശാസ്യത്തിന് പിടിച്ചു. അതറിഞ്ഞപ്പോൾ ഈ കുട്ടി മതം മാറത്തില്ല, പക്ഷെ അവനെ വിട്ട് ഉരിയാൻ പറ്റുന്നില്ല. അവൻ വേണമെങ്കിൽ ഞാൻ ഇനി അങ്ങനത്തെ തെറ്റ് ആവർത്തിക്കത്തില്ല എന്നൊക്കെ കാല് പിടിച്ച് കരഞ്ഞു കാണും. അപ്പോൾ ഒരു വട്ടത്തേക്ക് ഇത്രയും സ്നേഹിച്ച ആളെന്നുള്ള രീതിയിൽ ക്ഷമിച്ചും കൊടുത്തു കാണും. അങ്ങനെയൊക്കെ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവൻ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടുകാരും കൂടെ പ്രഷർ ചെലുത്തുക. ചെയ്യുന്നതാണ്. അപ്പോൾ നീ പോയി ചത്തോളാൻ പറഞ്ഞിട്ട് അവൻ പിന്നെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ സഹോദരൻ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രണയമല്ല അതിനകത്തുള്ളത്. ഒരാളെ മതം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും എന്നുള്ള സാധനമാണ്, അല്ലെങ്കിൽ പൈസ കിട്ടും. ഈ 2 സാധനങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഭയങ്കര അപകടകരമായ പോക്കാണ്. ഞാൻ പറഞ്ഞ ഇതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ ഇതാ. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് നമ്മളോട്. അപ്പോൾ നമുക്കറിയാം, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അതിലേക്ക് പറയാം. നമുക്കറിയാവുന്ന പല ആൾക്കാരും ഈ ഏതെങ്കിലും പ്രണയത്തിലൊക്കെ പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എനിക്കറിയാവുന്ന വേറെ പെൺകുച്ചുണ്ട്. അവൾ ഇപ്പോൾ UK അവളും അവനും പിന്നെ അവളുടെ കൂടെ
അവൾ മഞ്ചേരി NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളോട് പ്രേമം തോന്നി, ഒരു മുസ്ലിം പയ്യനാണ് അവൾ കല്യാണം കഴിച്ചത്. വീട്ടുകാർക്കൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ആ സമയത്ത് എന്നോട് അവളുടെ ഫാമിലിപ്പെട്ട പലരും പറഞ്ഞത്, അവൾ വല്ല ഹിന്ദുവിനെ അല്ലെങ്കിൽ പിന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവനെ ആണെങ്കിൽ പോലും പ്രണയിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, ഇത് പേടിയാണ് മുസ്ലിം ആയതുകൊണ്ട്. പക്ഷേ രണ്ടുപേരും അതൊന്നും മാറിയില്ല. രണ്ടുപേരും ഇപ്പോൾ UK പിന്നെ അവളെ ചേച്ചി ഒക്കെ ആങ്ങളെയൊക്കെ ഇപ്പോൾ UK ഉള്ളത്. പെങ്കൊച്ച് എനിക്ക് നല്ല അടുപ്പമുള്ള നല്ല പിന്നെ ആളുള്ള, അവനുമായിട്ട് എനിക്ക് പരിചയമില്ല. അവൾ പിന്നെ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംശയം ആൾക്കാർക്ക് ഇങ്ങനെ ഭീതി വരാൻ എന്താ കാരണം? അവൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം അവിടെ ജാതീയതയല്ല, ഒന്നുമില്ല, വിഷയമില്ല, അൺടച്ചബിലിറ്റി ഇല്ല, ഒന്നുമില്ല. പക്ഷേ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ പേടി ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവുന്നതിൻ്റെ കാരണം ഇത്തരം കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ സിൻസിയറായ പ്രണയങ്ങൾ പോലും എനിക്കത് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തണം. ഇങ്ങനെയുള്ള ആളുകളെ ആ ഒരു സമുദായത്തിൽ ഒറ്റപ്പെടുത്തി കളയണം. അവർക്ക് ഈ സമുദായത്തിന് യാതൊരുവിധ പിന്തുണയും നൽകില്ല എന്ന് ഇവർ തന്നെ ഉറപ്പുവരുത്തണം. നിങ്ങൾ ആരെയും പാടിനെ പ്രണയിച്ചു, അവരെ തീവ്രവാദത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അവരെ മതം മാറ്റാൻ നിർബന്ധിക്കാൻ പാടില്ല, ഇതൊരു കർശന നിയമം വെക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം. അതെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മഞ്ചേരി NS സ്കൂളിൽ പഠിക്കുമ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു മുസ്ലിം പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. അത് നാഷണൽ സർവീസ് സ്കീമില്ല. അപ്പോൾ ഞങ്ങൾ ആട്യംപാറ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പോയതാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ആ ഡേറ്റ് ഓർമ്മയുണ്ട്, ഫെബ്രുവരി 18. അപ്പം പിന്നെ എനിക്കിഷ്ടം തോന്നി. ഞാൻ പിന്നെ കുട്ടിയായിട്ട് കമ്പനിയായി. ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല, കമ്പനിയായി. അങ്ങനെ മഞ്ചേരിയിലെ പ്രബലമായ ഒരു ലീഗ് ഫാമിലിയാണ്, മുസ്ലിം കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, പ്രബലമായൊരു കുടുംബം, അറിയപ്പെടുന്ന ഫാമിലി. അവളെയായിട്ട് എനിക്കിഷ്ടമുണ്ട്, പറയുന്നില്ല. അവളെ മെല്ലെ SFIയിലേക്ക് അടുപ്പിക്കുന്നു. ആ കുട്ടി SFIയുടെ പ്രകടനത്തിന് ഇറക്കുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അടുത്ത പ്രാവശ്യം ഇവളെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിപ്പിക്കുക, ഞാൻ ചെയർമാനുമാണ്. അങ്ങനെ ഇവളെ കോളേജ് യൂണിയനകത്ത് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിൽ ഏത് ഇതിലാണെങ്കിൽ എനിക്ക് ക്ഷയിക്കാൻ വരും, എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ ടൈപ്പായിരുന്നു. ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവസാനം എനിക്ക് ഡയറക്റ്റ് പറയാൻ വയ്യ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു കത്തെഴുതി കൊടുത്തയക്കുക ചെയ്യുന്നത്. അങ്ങനെ കത്തെഴുതി കൊടുത്ത് ഒരാളടുത്ത് കൊടുത്തിട്ട് കത്ത് കിട്ടിയോട് കൂടിയിട്ടുണ്ട് ഇവളൊരു വരവ് വരുന്നു എൻ്റെ അടുത്തോട്ട്. രാജങ്ങോട്ട് വന്നു. എന്നിട്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് ആകെ ഇതാവുന്നുണ്ട്. എനിക്കൊന്നും മിണ്ടാൻ വയ്യ. ക്യാൻറ്റീനിൽ പോവാ, നേരിട്ട് ചായ മേടിച്ച് തരാൻ പറഞ്ഞു. അവൻ ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ പോയി. എന്നിട്ട് നിനക്ക് പോകുന്ന വഴിക്കണ്ട് ചീത്ത പറയാൻ തുടങ്ങി എന്നോട്. നിനക്ക് എന്താണ്, നീ എന്താ പിന്നെ ഇങ്ങനെ, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. മേലാൽ ആവർത്തിക്കൽ എന്നൊക്കെ പറഞ്ഞു. എവിടെ ഞാനാണെങ്കിൽ ഇത് എന്തായാലും പൊന്നെ പുറകെ തന്നെ നടക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ആൾക്കാർ ക്യാമ്പസിലാകെ വർത്താനം ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും മൂലയ്ക്ക് സംസാരിക്കും. ഞങ്ങളെന്താ പറയുന്നത്? കാരണം അവളെന്നെ ചീത്ത പറയുന്നത്. പക്ഷേ അവളെന്നെ ചീത്ത പറയുകയാണെങ്കിലും ആൾക്കാരെല്ലാം വിചാരം ഇവർ തമ്മിൽ ഭയങ്കര അഗാധമായ പ്രണയത്തില. ഞാനാണെങ്കിൽ ഇത് മനഃപൂർവ്വം അങ്ങനെ ഒരു കഥ നരേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇവള് ചിലപ്പോൾ ഒരു ഫിസിക്സ് ലാബൊക്കെ ഉണ്ട്, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പറയും എനിക്കിനി വീട്ടിൽ പോകണം, ഞാൻ പോട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇവിടെ നിന്നെങ്ങാനും പോയാൽ ആ ഗ്രൗണ്ടിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നടുമുറ്റമുണ്ട് ഗ്രൗണ്ടിൽ, ഞാൻ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നിന്നെ കിസ് ചെയ്യുന്നു പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ ചെയ്യുമെന്നുള്ള സമയമുള്ള കാലഘട്ടമാണ്. ഇവളാണെങ്കിൽ നിനക്ക് 2 പെങ്ങന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. അവധിക്കാലത്തൊക്കെ അവൾ എനിക്ക് ഇഷ്ടംപോലെ കത്തുകൾ എഴുതും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതുമായിരുന്നു. ഒരൊറ്റ സാധനത്തിൽ അവൾ ഇതിന് എഗ്രി ചെയ്യത്തില്ല. ഞാനിത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അവളാണെങ്കിൽ ഇതിനെതിരെ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പ്രണയമാണെന്ന് പുറത്ത് വന്നപ്പോൾ എന്നെ ത്രെട്ട് ചെയ്തു. ഈ പിന്നെ SDP പൂർവ്വരൂപ NDFൻ്റെ ആൾക്കാർ ക്യാമ്പസിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളുടെ ഒരു കുട്ടിയെ ഒരു അന്യമതസ്ഥൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയണമെന്നാണെന്ന്. ഇതേ കാര്യം അവളോടും പോയി പറഞ്ഞു. ഇവിടെ പറഞ്ഞു, നീ ലൈഫ് വെച്ച് ഇങ്ങനെ കളിക്കല്ലേ രാജ, കളിക്കല്ലേ നീ, പിന്നെ എനിക്ക് നിന്നോട് അങ്ങനെ ആളെ പേര് പറയാം. ഞാൻ പറയുന്നത്, അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയെ അപ്പൊ വേറൊരു അന്യമാസം കല്യാണം കഴിക്കുമ്പോൾ അതിനകത്ത് ഭീഷണിപ്പെടുത്താൻ ഈ തീവ്രവാദികൾ പോകുന്നു. അതേസമയം വേറെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ പിന്നെ കൊണ്ട് മതം മാറ്റിച്ചു കൊണ്ടുവരാനുള്ള പണി നടക്കുന്നത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഫാക്റ്റാണ്. കേരള സ്റ്റോറിക്കകത്തെ കണ്ടന്റ് സത്യമാണ്. അതിനകത്ത് ഈ സ്വന്തം അച്ഛൻ്റെ മുഖത്തേക്ക് തുപ്പുന്ന സീനൊക്കെ എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൗണ്ട് എണ്ണം പറയുമ്പോഴും കുറെ കൂട്ടി പറയുന്നുണ്ടെങ്കിലും അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ആത്യന്തികമായി ആത്മാർത്ഥമായ പ്രണയത്തിലുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പിന്നെ ആളുകൾക്ക് പോലും അത് ദോഷം ചെയ്യുന്ന ഒന്നായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ ആളുകൾ സംശയത്തോടു കൂടി കാണാനുള്ള അവസ്ഥ ഇത്തരം ചില വൃത്തികെട്ട തീവ്രവാദികൾ കാരണം ഉണ്ടാകുന്നുണ്ട്. ഇവനൊക്കെ കടുത്ത ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസും സംവിധാനവും സർക്കാരും പോകണം.